വയനാട്ടിലെ ദുരന്തബാധിതർക്കായി KPCCയും യൂത്ത് കോൺഗ്രസും പ്രഖ്യാപിച്ച 100 വീടുകളും 30 വീടുകളും എവിടെ എന്നുള്ള നിരന്തരമായ ചോദ്യങ്ങൾ നമ്മുടെ സതീശേട്ടനെ തെല്ലൊന്നുമല്ല അസ്വസ്ഥനാക്കുന്നത്. സതീശേട്ടന്റെ പുതിയ തിരക്കഥ തയ്യാറായിട്ടുണ്ട് കേട്ടോ. സർക്കാർ ഒരു കൊല്ലം എടുത്തു ഭൂമി കണ്ടെത്താൻ വേണ്ടിട്ട്. എന്നിട്ട് സർക്കാർ ഞങ്ങൾക്ക് ആ ഭൂമി തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങള് ഭൂമി നോക്കി തുടങ്ങിയത്. 3 മാസമേ ഉള്ളൂ. അല്ല സതീശേട്ടാ, സർക്കാരിനോട് ഭൂമി വേണമെന്ന് നിങ്ങൾ എപ്പോഴാ പറഞ്ഞത്? ആദ്യം അതൊന്നു പറ. പിന്നെ മറ്റൊന്ന്, സർക്കാർ ഏറ്റെടുത്ത ഭൂമി എങ്ങനെ നിങ്ങൾക്ക് തരും? എന്തുകൊണ്ടാ സർക്കാർ ഒരു കൊല്ലം വൈകിയത്? എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയാം. അല്ല, സതീശേട്ടന്റെ അറിവില് എന്താ കാരണം? വയനാട്ടിലെ പഴയ ഭൂമി നിയമപ്രശ്നങ്ങളിൽ കുരുങ്ങിക്കിടക്കുക. നിയമപരമായ പരിശോധന പൂർണ്ണമായി നടത്താത്തൊരു ഭൂമി എടുക്കാൻ പറ്റില്ല. ആണല്ലോ. അപ്പോ സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ വൈകിയത് എന്തിനാണെന്ന് സതീശേട്ടന് തന്നെ മനസ്സിലായല്ലോ. ഈ നിയമപ്രശ്നങ്ങളും കോടതി വിധികളും ഒക്കെ നിയമപരമായി നേരിട്ട് തന്നെയാണ് സർക്കാർ ഭൂമി ഏറ്റെടുത്തത്. അതിനിടയിൽ ഇനി നിങ്ങൾ പ്രഖ്യാപിച്ച വീടുകൾക്ക് കൂടി ഭൂമി സർക്കാർ ഏറ്റെടുത്ത് തരണോ? സർക്കാർ ഒരു കൊല്ലം താമസിച്ചപ്പോ ഞങ്ങൾക്ക് 3 മാസം താമസിക്കാൻ പാടില്ല. അതിന് സർക്കാർ എവിടെ ഒരു കൊല്ലം എടുത്തു? അത് പോട്ടെ, ഏതാ ഈ 3 മാസത്തിന്റെ കണക്ക്? സതീശേട്ടൻ വേറെ ഒന്നും പറയണ്ട. ഒറ്റ ചോദ്യം മാത്രം. ദുരന്തം നടന്ന 1.5 വർഷമായി. നിങ്ങൾ ഇതിനായി പിരിച്ച തുക എത്ര? വയനാട്ടിൽ നിങ്ങൾ കണ്ടെത്തിയ ഭൂമി എവിടെ? വീടുകളുടെ പണി എന്ന് തുടങ്ങും എന്നിനി ഞങ്ങൾ ചോദിക്കണില്ല. നിങ്ങൾ ഏറ്റെടുത്ത ഭൂമി മാത്രം ഒന്ന് കാട്ടി തന്നാ മതി. അവിടെ ഇരുന്ന ഒരാള് എല്ലാ ദിവസവും 10 കാർഡ് ഇറക്കണ്ടല്ലേ എനിക്കെതിരായിട്ട്? നിങ്ങളുടെ ഒരാൾ അവിടെ ഇരുന്ന് ഇറക്കണ്ടല്ലോ 10 കാർഡ്. അതിലൊരു കാർഡ് മറ്റേ അവിടെ തന്ന പൈസ, KPCC തന്ന പൈസ ഞാൻ അടിച്ചു മാറ്റിന്ന് സതീശേട്ടൻ തന്നെ പരസ്യമായിട്ട് സമ്മതിക്കുമ്പോ ഇനി ഞങ്ങൾ എന്ത് പറയാനാ? പിന്നെ ഇറക്കുന്ന കാർഡൊക്കെ കൃത്യമായിട്ടിരുന്ന് കാണുന്നുണ്ടല്ലോ അല്ലേ? താങ്ക് യു സതീശേട്ടാ, ഇനിയും കാണണോട്ടോ. CPM ഫണ്ട് പിരിക്കുന്നതൊക്കെ അടിച്ചുകൊണ്ട് പോയിരുന്നു. പിണറായി വിജയൻ 16 കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോ CPM ഫണ്ട് പിരിവ് നടത്തിയതൊക്കെ അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയിരുന്നു. അതിനുള്ള മറുപടി പറയാം. CPM പിരിച്ച പൈസയ്ക്കൊക്കെ കൃത്യമായ കണക്കും രേഖയൊക്കെ ഉണ്ട്. CPMകാരോട് പിരിച്ച പൈസയുടെ കണക്ക് ചോദിച്ചാൽ അവർ നിങ്ങൾ കോൺഗ്രസുകാരെ പോലെ മാനത്തോട്ട് നോക്കി ബബ്ബ എന്നടിക്കാറില്ല. പിന്നെ പിരിച്ച പൈസയൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കാൻ പിണറായി വിജയന്റെ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നല്ല സതീശേട്ടാ, CPM എന്നാണ്. AKG സെന്ററിൽ ഇരുന്ന് നിങ്ങളൊരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അയാളുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും അറിയാലോ ഞാൻ പറയുന്നതിന്റെ പേര്. എല്ലാ ദിവസവും 10 കാർഡ് ഇറക്കുക. സത്യം സതീശേട്ടാ, 1 or 2 കാർഡൊക്കെ ആയിരുന്നേലും സഹിക്കായിരുന്നു. ഇത് കുറെ എണ്ണം ഒരു പണിയില്ലാതെ വെറുതെ ഇരുന്ന് 10ഉം 15 കാർഡ് അടിക്കുക. എല്ലാം കഴിയുമ്പോൾ നിങ്ങൾ അയാളോട് പറഞ്ഞേക്ക് അയാൾക്കെതിരെ ഒരു കാർഡ് വന്നിടുന്നത് ഒറിജിനൽ ആണോ? പക്ഷേ അതിന്റെ കാശ് അണ്ണൻ കൊടുക്കുമായിരിക്കും അല്ലേ സതീശേട്ടാ?